ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 മുതൽ 9 വരെ ഭരണ കാലയളവിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ടമായ 2009-14 കാലയളവിലും സോണിയാഗാന്ധി ആയിരുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരിനെ മുന്നോട്ട് നയിച്ചത്. പരിപാടിയുമായി ബന്ധപ്പെടുത്തി സമാന രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചാണ് UPA മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ ഒന്നാം UPA സർക്കാരിൽ CPIM-ന്, അതായത് അവർ പുറത്തു നിന്ന് പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പിന്താങ്ങിയിരുന്നു. 145 സീറ്റാണ് 2004 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞതെങ്കിൽ BJP 138 സീറ്റാണ് നേടിയെടുത്തത്. 1999-ലെ 182 സീറ്റിൽ നിന്നുമാണ് BJP അധികാരം നഷ്ടപ്പെട്ട് 138-ലേക്ക് താഴുന്നത്. എന്നാൽ 2009-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 206 സീറ്റോടുകൂടി ആരുടെയും പുറത്തു നിന്നുള്ള സഹായം നേടിയെടുക്കാതെ തന്നെ UPA സർക്കാർ, അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് നേതൃത്വത്തിലുള്ള സർക്കാർ കേവല ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലെത്തിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ BJP 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ NDA, അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാർ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് എത്തിയത്, അതുപോലെയായിരുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അധികാരത്തിലേക്ക് എത്തിയത്. ഒരുപക്ഷെ രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ തോതിലുള്ള വ്യാപകമായ ക്രമക്കേടുകൾ കോൺഗ്രസിനെ താഴോട്ടേക്ക് വലിച്ചു. ആന്ധ്രാപ്രദേശിന്റെ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിലേക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം കോൺഗ്രസിന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഫലിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ എല്ലാ തിക്തഫലവും അനുഭവിക്കേണ്ടി വന്നു. അത് കാരണം താൽക്കാലികമായെങ്കിലും തെലങ്കാനയിൽ TRS ആയിരുന്നു അധികാരത്തിലേക്ക് എത്തിയത്. TRS ലോക്സഭയിലും വലിയ നേട്ടം നെയ്തെടുത്തു. എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ കൗൺസിലും, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലും കോൺഗ്രസ് മിന്നുന്ന പ്രകടനവുമായി തെലങ്കാനയിൽ മുന്നോട്ട് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ 8 സീറ്റുകൾ നേടി. സർവേ പ്രകാരം തെലങ്കാനയിൽ രേവന്തിന് അടുത്ത ഊഴം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ കോൺഗ്രസിന് ഇന്ത്യയുടെ മധ്യഭാഗം മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കും. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി ഒഡീസ ആയിരുന്നാലും ഛത്തീസ്ഗഡ് ആയിരുന്നാലും മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ മേഖലകളെല്ലാം കൈവെള്ളയിൽ നിന്നും നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭൂപടം എടുത്തു നോക്കുമ്പോൾ ഒരു കാവി പുതച്ച ഫീലാണ് മധ്യ മേഖലകളിലെല്ലാം കാണുന്നത്. അതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, BJP രഹിതമായ സംസ്ഥാനങ്ങളിൽ ലോക്സഭയുടെ സീറ്റ് കുറച്ചാൽ കേവല ഭൂരിപക്ഷം BJPക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടുമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന് കേന്ദ്രം വലിയ രീതിയിൽ അവരെ മണിയടിച്ച് അവർക്ക് അനുകൂലമായ, അതായത് കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ പ്രാദേശിക പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രാദേശിക പാർട്ടികൾ ചില പുതിയ നയവുമായി വരികയാണ്. 2010 കാലഘട്ടത്തിലൊക്കെ സഖ്യകക്ഷികൾ, അതായത് UPA-യുടെയോ NDA-യുടെ സഖ്യകക്ഷികൾക്കൊക്കെ വലിയ ബലമുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അതായത് ബിജു ജനതാദൾ, അതുപോലെ തന്നെ YSR കോൺഗ്രസ് എല്ലാം ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ ബീഹാറിൽ കൂടി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJP വ്യാമോഹിക്കുകയാണ്. ഇവിടെയാണ് ഒരു പുതിയ നടപടിക്രമത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് തയ്യാറാകുന്നത്. സഖ്യകക്ഷികളെ അതാത് സംസ്ഥാനങ്ങളിൽ ബലപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. സഖ്യകക്ഷികളെ അള്ളുവയ്ക്കുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് വിട്ട് NCP രൂപീകരിച്ച ശരത് പവാറിന് ഒരിക്കലും കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറാകില്ലായിരുന്നു. എന്നാൽ BJP വിട്ട് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് BJP-യുമായി സഖ്യം പിന്നീട് ആരും ചേരാറില്ല. പരമാവധി BJP-യുമായി സഖ്യം ചേരുന്ന മറ്റു പാർട്ടികളെ വരെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. ശിവസേനയുടെ ഉദാഹരണം തന്നെ അതിന് ധാരാളമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പുതിയ അടവ് നയം രൂപീകരിക്കുന്നത്.